ഡിപ്പാർട്ട്മെന്റിൽ UDC ആയ നിരുപമ രാജീവ് എന്ന 37-കാരിക്കാണ് രാഷ്ട്രപതിയുടെ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ദേ ഇതിലും 37, മാതൃഭൂമിയിൽ മാത്രമാണ് 36 കൊടുത്തിരിക്കുന്നത്. അമ്മ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്റെ കാലിനിപ്പോ ഒരു കുഴപ്പമില്ല. എക്സസൈസ് എന്നല്ലേ ഡോക്ടറും പറഞ്ഞത്. എന്തിനാ വെറുതെ ഹെൽത്ത് ക്ലബ്ബിൽ കൊടുത്ത് പൈസ കളയണേ? ഇവരെല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് സമയം പോകുന്നു അറിയില്ല. ഇതിങ്ങനെ വെട്ടിത്തെളിച്ചിട്ട് ആ, എന്റെ ഒരു പഴയ കൊലീഗില്ലേ ലൂസി, ദാ ഇവിടെ നീ ഓർക്കണില്ലേ? പിന്നെ ഓർക്കാതെ, എന്നെ പഠിപ്പിച്ചതല്ലേ. ഇത് ഇവരുടെ സ്ഥലാ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താ ഞങ്ങൾക്ക് വന്നിരിക്കാൻ ഒരു കോമൺ പ്ലേസ് ആവൂല്ലോ. ഓ, ഇവിടെ നന്നാക്കി എടുക്കണമെങ്കിൽ കുറെ പാടുപെടും. ഹായ് പ്രസിഡന്റ്സ് ഗേൾ, കൺഗ്രാറ്റ്സ്. താങ്ക് യു മിസ്. ടീച്ചറെ, ഇന്നലെ ന്യൂസിൽ കണ്ടപ്പോ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. സത്യം പറയാലോ, സ്കൂളിലെ തന്റെ പൊട്ടൻഷ്യൽ വെച്ച് ഇങ്ങനൊരു ഓർഡിനറി ലൈഫ് ലീഡ് ചെയ്യേണ്ട ആളല്ല താനെന്ന് എനിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ട്. അതിലെനിക്ക് നല്ല ഡിസപ്പോയിന്റ്മെന്റും ഉണ്ട്. പക്ഷെ ഇനി താൻ ഷൈൻ ചെയ്യും, ഐ എം ഷുവർ. എന്ത് ചോദിച്ചാ പ്രസിഡന്റിനെ താൻ ഞെട്ടിച്ചത്? ലൂസി ടീച്ചറെ, ആ പൂവരശ 20 വർഷം കൊണ്ട് നല്ല ഒന്നാന്തരം തടൽമരം ആകും. ചേച്ചി ഒന്ന് മണ്ണിട്ടെ. 20 വർഷോ? ആ സമയത്ത് നിങ്ങളൊക്കെ അതിന് നീ കാണുമല്ലോ. അമ്മയുടെ ഈ കാലിലെ നീര് കണ്ടിട്ട് എനിക്ക് മനസമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റില്ല. ലച്ചുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിങ്ങ് വരാം. ഞാൻ ഏതായാലും ഒരു 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കാൻ പോവുക. ബാഗ് പാക്ക് ചെയ്താ ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കാലിന്റെ നീര് നീ ഇവിടെ വന്നിട്ടില്ലേ കണ്ടത്? അതിനു മുമ്പ് നീ ബാഗ് പാക്ക് ചെയ്തിങ്ങ് പോകുന്നത് എങ്ങനെയാ? അതുമല്ല, നാളെയല്ലേ പ്രസിഡന്റുമായിട്ടുള്ള മീറ്റിംഗ്? സ്വന്തം അമ്മയേക്കാൾ വലുതല്ലല്ലോ ഒരു പ്രസിഡന്റും. അമ്മ ഇങ്ങനെ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ ഞാനവിടെ പ്രസിഡന്റുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാനോ? എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. കേരളത്തിലെ 3.5 കോടി ആൾക്കാരിൽ 10 പേർക്ക് പോലും കിട്ടാത്ത അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരൊറ്റ തവണയെ വരൂ, പാഴാക്കി കളയരുത്. ഭയങ്കര ടഫാ. കിട്ടുമെന്ന് തോന്നുന്നില്ല. ടൈം വെറുതെ വേസ്റ്റ് ആയി. ഒന്നൊരു ട്രൈ ചെയ്തൂടെ? കണക്കില്ലടാ. ചുമ്മാ കളയാൻ എളുപ്പാ. നിരുപമ രാജീവല്ലേ? എവിടെ? നിരുപമ രാജീവല്ലേ? അതെ. ഒരു ഫോട്ടോ എടുത്തോട്ടെ ഞങ്ങള്? ഒരു ഫോട്ടോ എടുത്തോട്ടെ. മാം, ആ ക്വസ്റ്റ്യൻ എന്താണെന്നൊന്ന് പറയാമോ? അതൊക്കെ ഉണ്ട്, സർപ്രൈസാ. ഓ, ഓക്കെ. പ്രസിഡന്റ് ക്ഷണിക്കാന്ന് പറഞ്ഞ വലിയ ഭാഗ്യം തന്നെയാ. ഹലോ. അതെ, താൻ എവിടാ? ദേ ക്യാൻറ്റീനിലേക്ക് എത്തുക. ലീവല്ലേ ഇന്ന്? ആണ്, എന്നാലും ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മുടെ റാണിയും കേങ്ങും എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. താൻ ഫോണുമായിട്ട് പതുക്കൊന്ന് അവരുടെ അടുത്തേക്ക് ചെന്നേ. എന്തിനാ? ചെല്ല്, എന്നിട്ട് അവിടെ നിന്ന് എന്നോട് എന്തായി പ്രസിഡന്റിനെ കാണാൻ പോണ കാര്യം എന്ന് ചോദിക്കും. ആ നിരുപമേ, താനിന്ന് ലീവല്ലേ? പ്രസിഡന്റിന്റെ കാര്യം ചോദിക്ക്. എന്തായി പ്രസിഡന്റായുള്ള മീറ്റിംഗ്? പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞോ? അടുത്ത പ്രാവശ്യം തന്റെ വീട്ടിലേക്ക് വരുമെന്നോ? കലക്കി മോളെ. താൻ ഡൽഹിക്ക് ചെല്ലാന്ന് പറഞ്ഞ അപ്പൊ സ്റ്റേ ഒക്കെ? ഓ, രാഷ്ട്രപതി ഭവനിലോ സോണിയാഗാന്ധിയെ കാണാനല്ലേ? ഓക്കെ 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 ഓക്കെ. തന്നെ ഞാനൊന്ന് തൊഴുതോട്ടിടോ. ഓ, അവളുടെ ഓഞ്ഞ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്റെ ഈശ്വരാ. ദേ, ഞാൻ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടേ പ്രസിഡന്റിനോട് പരാതി പറയൊന്നും ചെയ്തേക്കല്ലേ, എന്റെ ജോലി പോകും. ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലേ. Will it take much longer? We are getting a bit late. I'll call her. Okay.
സബ് കളക്ടറും പ്രോട്ടോകോൾ ഓഫീസറും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒന്ന് പെട്ടെന്നായ കൊള്ളാം. ഇച്ചിരി മീനച്ചാറാ പ്രസിഡന്റിന് ഇഷ്ടമാണ്. ഇന്നാൾ പത്രത്തിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എള്ളുണ്ടി. വാ. അവസാനമായിട്ട് ചോദിക്കുകയാണ്, എന്താ ക്വസ്റ്റ്യൻ? എന്നെങ്കിലും നിനക്കും മക്കളുണ്ടാവുമല്ലോ, അന്ന് നീയും അറിയും പുത്രദുഃഖം. പ്ലീസ് കം. ഓൾ ദി ബെസ്റ്റ്. എത്തി ഒന്ന് സെറ്റിലായിട്ട് വിളിക്കാം. Good morning, ma'am. This is a wake-up call for you. Please be ready at 6:30 sharp for the security check. Thank you.